Dear students, welcome to Learner's World. In this video, I'm going to talk about Act with Hope, Ignore the Trolls by Greta Thunberg, FAUGP AC English, Advanced English Language Skill for Humanities and Other BA program, second semester, Calcutta University. Greta Thunberg, a Swedish environmental activist, gained international recognition for her outspoken calls to action on climate change. ഗ്രീറ്റ തെൻബർഗ് ഒരു സ്വീഡിഷ് എൻവയോൺമെൻറ്റൽ ആക്ടിവിസ്റ്റാണ്. ഒരു ഇൻ്റർനാഷണൽ റെക്കഗ്നിഷൻ നേടിയിട്ടുള്ള ആളാണ് ഗ്രീറ്റ തെൻബർഗ്. അതായത് ക്ലൈമറ്റ് ചേഞ്ചിനെതിരെ വോയിസ് ഉയർത്തിയ, അതിനെതിരെ ആക്ഷൻ എടുക്കണം എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞിട്ടുള്ള ആളാണ് ഗ്രീറ്റ തെൻബർഗ്. ഷീ ഈസ് ഡയഗ്നോസ്ഡ് വിത്ത് ആസ്പെർഗേഴ്സ് സിൻഡ്രോം, classified into autism spectrum, which she considered as a superpower to focus on climate change. അവർക്കൊരു രോഗം ബാധിച്ചിരുന്നു, ഒരു കൈൻഡ് ഓഫ് ഓട്ടിസം സ്പെക്ട്രം. ഇത് അവരുടെ ഒരു സൂപ്പർ പവർ ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്ലൈമറ്റ് ചേഞ്ചിനെ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ പവർ ആയിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആക്ട് വിത്ത് ഹോപ്പ്, ഇഗ്നോർ ദ ട്രോൾസ്. The given text is a part of an interview with Channel 4 News to discuss her experiences with online trolls and her ongoing efforts to combat climate change. അപ്പോൾ ഈ ഒരു ആക്ട് വിത്ത് ഹോപ്പ്, ഇഗ്നോർ ദ ട്രോൾസ് എന്ന് പറയുന്നത് ഗ്രീറ്റ തെൻബർഗ് ഒരു ചാനൽ 4 ന്യൂസിന് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു ടെക്സ്റ്റ്. ഇതിൽ അവർ ഡിസ്കസ് ചെയ്യുന്നത് ഓൺലൈൻ ട്രോൾസിൻ്റെ എക്സ്പീരിയൻസസ്, അതുപോലെ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിനെതിരെ ഫൈറ്റ് ചെയ്ത സമയത്ത് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ്, അതിൻ്റെ എഫേർട്സുകൾ ഒക്കെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. The interview coincided with the launch of her book, The Climate Book. It published in 2022, a compilation of short essays on climate change. The book is divided into 5 parts, each addressing the causes, consequences and challenges of the climate crisis. അപ്പോൾ ഈ ഒരു ആക്ട് വിത്ത് ഹോപ്പ്, ഇഗ്നോർ ദ ട്രോൾസ് എന്ന് പറയുന്നത് ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ടെക്സ്റ്റാണ്. ഈ ഇൻ്റർവ്യൂ നടക്കാനിടയായത് അവരുടെ ഒരു ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് ദി ക്ലൈമറ്റ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ലോഞ്ച് ചെയ്യുന്ന സമയത്താണ് ഇൻ്റർവ്യൂ നടത്തിയിരുന്നത്. ദ ക്ലൈമറ്റ് ബുക്ക് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് എസ്സേസ്, അതായത് ക്ലൈമറ്റ് ചേഞ്ച് ആസ്പദമാക്കിയിട്ട് ഉള്ള ഒരു ഷോർട്ട് എസ്സേസാണ് ഈ ഒരു ബുക്കിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. അതുപോലെ 5 പാർട്സായിട്ട് ഈ ബുക്ക് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കോസസ്, കാരണങ്ങൾ, കോൺസിക്വൻസസ്, ചലഞ്ചസ്, ക്ലൈമറ്റ് ക്രൈസിസ് തുടങ്ങിയിട്ടുള്ളതൊക്കെയാണ് ഈ ഒരു ബുക്കിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. ഓക്കെ, ദ സമ്മറി ഓഫ് ആക്ട് വിത്ത് ഹോപ്പ്, ഇഗ്നോർ ദ ട്രോൾസ്. Greta Thunberg, the renowned climate activist, sat down with Channel 4 to discuss her experiences with online trolls and her ongoing efforts to combat climate change. ഗ്രീറ്റ തെൻബർഗ് ഒരു ഫേമസ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആക്ടിവിസ്റ്റാണ്. അപ്പോൾ അവർ ഒരു ചാനലിന് കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് ഈ ഒരു ആക്ട് വിത്ത് ഹോപ്പ്, ഇഗ്നോർ ദ ട്രോൾസ് എന്ന് പറയുന്നത്. അതിൽ അവർ ഓൺലൈൻ ട്രോൾസിൻ്റെ എക്സ്പീരിയൻസസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ക്ലൈമറ്റ് ചേഞ്ചിനെതിരെ ഫൈറ്റ് ചെയ്ത സമയത്തുണ്ടായിട്ടുള്ള എഫേർട്സുകൾ, അതിനെക്കുറിച്ചിട്ട് ആ ഒരു എക്സ്പീരിയൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദ ഇൻ്റർവ്യൂ കോയിൻസൈഡഡ് വിത്ത് ദ ലോഞ്ച് ഓഫ് എ ബുക്ക്, ദ ക്ലൈമറ്റ് ബുക്ക്. അപ്പോൾ അവരുടെ ബുക്കായിട്ടുള്ള ദ ക്ലൈമറ്റ് ബുക്ക്, അതിൻ്റെ ലോഞ്ചിങ്ങിൻ്റെ സമയത്തായിരുന്നു ഈ ഒരു ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. Purpose of the book, The Climate Book, is a comprehensive guide to understanding climate change and its impacts. അപ്പോൾ ഈ ഒരു ബുക്കിൻ്റെ പർപ്പസ് അവരോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് ഇൻ്റർവ്യൂവർ, പർപ്പസ് എന്താണെന്ന്. അപ്പോൾ അതിന് അവർ നൽകിയിട്ടുള്ള ആൻസറാണ് ഈ ഒരു ക്ലൈമറ്റ് ബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക് ഒരു കോംപ്രഹെൻസീവ് ഗൈഡാണ്. അതായത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ക്ലൈമറ്റ് ക്രൈസിസ്, അതിൻ്റെ ഇമ്പാക്റ്റ് ഇതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കോംപ്രഹെൻസീവ് ഗൈഡാണ് ഈ ഒരു ബുക്ക് അതാണ് അതിൻ്റെ പർപ്പസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. Thunberg hopes that the book will serve as a resource for people who want to learn more about climate change and get involved in the fight against it. അപ്പോൾ തെൻബർഗ് വളരെയധികം പ്രതീക്ഷയോടെ പറയുന്നുണ്ട് ഈ ഒരു ബുക്ക് ഒരു റിസോഴ്സാണ്, ഒരു ഉറവിടമാണ്. അതായത് ആളുകൾക്ക് ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാനുള്ള ഒരു റിസോഴ്സ് ആണ് ഈ ഒരു ബുക്ക്. അതുപോലെ
ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിനെതിരെ ഫൈറ്റ് ചെയ്യാൻ ഒക്കെ ഉതകുന്ന തരത്തിൽ ഒരുപാട് ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോംപ്രഹെൻസീവ് ഗൈഡാണ് ഈ ഒരു ബുക്ക് എന്ന് പറയുന്നുണ്ട്. തെൻബർഗ് emphasized that the climate crisis is worsening and humanity is approaching a critical precipice. തെൻബർഗ് പിന്നീട് എംഫസൈസ് ചെയ്യുന്നുണ്ട് ക്ലൈമറ്റ് ക്രൈസിസ് എന്ന് പറയുന്നത് വളരെ മോശം അവസ്ഥയിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് മനുഷ്യർ ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ടേം ഇതിൽ കോയിൻ ചെയ്തിട്ടുണ്ട്, പ്രസിപ്പൈസ് എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു ടേം മീൻ ചെയ്യുന്നത് refers to the critical point at which humanity is approaching a catastrophic climate crisis where immediate action is necessary to avoid the worst consequences of climate change. അതായത് മനുഷ്യരിപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനിലാണ്. അതായത് അവരൊരു കാറ്റസ്ട്രോഫിക് ക്ലൈമറ്റ് ക്രൈസിസിൽ ആണ് അവർ അകപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഇമ്മീഡിയറ്റ് ആക്ഷൻ ആവശ്യമാണ്. ഒരു മോശപ്പെട്ട രീതിയിലുള്ള ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ഉണ്ടാവാതിരിക്കാൻ, ഒരു കോൺസിക്വൻസ് ക്ലൈമറ്റ് ചേഞ്ചിൽ ഉണ്ടാകാതിരിക്കാൻ ഒരു ഇമ്മീഡിയറ്റ് ആക്ഷൻ ആവശ്യമാണ് എന്നുള്ള ഇതാണ് ഈ ഒരു ടേം റെഫർ ചെയ്യുന്നത്. She stated that the window for taking action to mitigate the effects of climate change is rapidly closing and that immediate drastic action is necessary to avoid the worst consequences of climate change. അതുപോലെ അവർ പറയുന്നുണ്ട്, അതായത് ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിൽ കൂടുതൽ വേഴ്സണിങ്, അതായത് മോശപ്പെട്ട രീതിയിൽ ആവാതിരിക്കാൻ അല്ലെങ്കിൽ ഒരു കാറ്റസ്ട്രോഫിക് ഒരു ക്ലൈമറ്റ് ക്രൈസിസ് വരാതിരിക്കാൻ ഒരു ഇമ്മീഡിയറ്റ് ആക്ഷൻ ആവശ്യമാണ് എന്ന് അവർ പറയുന്നുണ്ട്. Tenberg expressed frustration that many people still do not understand the severity of the climate crisis. അതുപോലെ തെൻബർഗ് വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അവരുടെ ഫ്രസ്ട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഒരുപാട് ആളുകൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഈ ഒരു ക്ലൈമറ്റ് ക്രൈസിസിൻ്റെ എത്രത്തോളം ഉണ്ട്, അതുമൂലം ഉണ്ടാകുന്ന കോൺസിക്വൻസസ് എത്രത്തോളം ഉണ്ട് എന്ന് ഇപ്പോഴും ആളുകൾക്ക് മനസ്സിലായിട്ടില്ല. ഷീ അട്രിബ്യൂട്ടഡ് ദിസ് ലാക്ക് ഓഫ് അവയർനെസ് ടു എ കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സ് ഇൻക്ലൂഡിംഗ് ദ കോംപ്ലക്സിറ്റി ഓഫ് ദ ഇഷ്യൂ, ദ ലാക്ക് ഓഫ് മീഡിയ കവറേജ് ആൻഡ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ഡിനയേഴ്സ്. അപ്പോൾ ഈ ഒരു ആളുകളിലുള്ള ഈ ഒരു ലാക്ക് ഓഫ് അവെയർനെസ്, ഈ ഒരു ക്ലൈമറ്റ് ക്രൈസിസിൽ ഉണ്ടാകുന്ന ഈ ഒരു ലാക്ക് ഓഫ് അവെയർനെസ് പിന്നെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ വരുന്നതാണ് കോംപ്ലക്സിറ്റി ഓഫ് ദി ഇഷ്യൂ, അതുപോലെ മീഡിയ കവറേജ് നല്ല രീതിയിൽ ഇല്ലാത്ത അവസ്ഥ. അതായത് മീഡിയക്ക് ഒരു വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് ഈ ഒരു ക്ലൈമറ്റ് ക്രൈസിസിനെ കുറിച്ചിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അപ്പം നല്ല രീതിയിലുള്ള മീഡിയ കവറേജ് ഇല്ലാത്തത് ഇതിൻ്റെ ഒരു ഫാക്ടറാണ്. അതുപോലെ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ഡിനയേഴ്സ് ഉണ്ടാകും, അവരുടെ ഒരു ഇൻഫ്ലുവൻസൊക്കെ ഇതിലുള്ള ഒരു ഫാക്ടറാണ്. Tenberg emphasized the importance of activism in raising awareness about climate change and pushing for action. പിന്നീട് തെൻബർഗ് പറയുന്നുണ്ട്, ആക്ടിവിസത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഇതിൽ എംഫസൈസ് ചെയ്യുന്നുണ്ട്. അതായത് ആളുകളിലേക്ക് ഒരു അവെയർനെസ് കൊണ്ടുവരാൻ ആക്ടിവിസം വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഒരു ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. ദ റോൾ ഓഫ് ആക്ടിവിസ്റ്റ് ടു കണ്ടിന്യൂ സെയിങ് ദ സെയിം തിങ്സ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ അണ്ടിൽ പീപ്പിൾസ് ലിസൺ. അതായത് ഈ ഒരു ആക്ടിവിസ്റ്റിൻ്റെ റോൾ ഇതിൽ പറയുന്നുണ്ട്. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്, ആളുകൾ കേൾക്കുന്നത് വരെ. തെൻബർഗ് ഡിസ്കസ്ഡ് ദ കോൺസെപ്റ്റ് ഓഫ് ഹോപ്പ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ക്ലൈമറ്റ് ക്രൈസിസ്. അപ്പോൾ ഈ ഒരു ക്ലൈമറ്റ് ക്രൈസിസിൻ്റെ ആ ഒരു കോണ്ടെക്സ്റ്റിൽ, ആ ഒരു സാഹചര്യത്തിൽ തെൻബർഗ് ഒരു ഹോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആശയം അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. She stated that hope is not about feeling optimistic or positive, but rather about taking action despite the challenges and uncertainties. അവർ പറയുന്നുണ്ട്, ഹോപ്പ് എന്ന് പറയുന്നത് ഒരു ഫീലിംഗ് ഒപ്റ്റിമിസ്റ്റിക് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഫീലിംഗ് നൽകുന്നത് മാത്രമല്ല ഹോപ്പ് എന്ന് പറയുന്നത്, പ്രതീക്ഷ എന്ന് പറയുന്നത്. അതിന് മറിച്ച് അതായത് ചലഞ്ചസ് വരുന്ന സമയത്ത് അതിനൊരു എതിരെ ഒരു ആക്ഷൻ എടുക്കാനുള്ള ഒരു ശക്തി കൂടെ ഈ ഒരു ഹോപ്പിലുണ്ട് എന്നാണ് പറയുന്നത്. തെൻബർഗ് എംഫസൈസ്ഡ് ദാറ്റ് ഹോപ്പ് ഈസ് എ ചോയ്സ് ആൻഡ് ദാറ്റ് ഇറ്റ് റിക്വയർസ് എഫേർട്ട് ആൻഡ് കമ്മിറ്റ്മെൻറ്റ്. അതുപോലെ തെൻബർഗ് എംഫസൈസ് ചെയ്യുന്നുണ്ട്, ഹോപ്പ് എന്ന് പറയുന്നത് ഒരു ചോയ്സാണ്, അതിനെന്ത് ആവശ്യമാണ്, എഫേർട്ട് ആവശ്യമാണ്, അതുപോലെ കമ്മിറ്റ്മെൻറ്റ് ആവശ്യമാണ്. തെൻബർഗ് എക്സ്പ്രസ്ഡ് ഡിസപ്പോയിൻമെൻറ്റ് വിത്ത് ദ ഔട്ട്കംസ് ഓഫ് ദ COP കോൺഫറൻസസ്. അതായത് COP കോൺഫറൻസസ് എന്ന് പറഞ്ഞാൽ കോൺഫറൻസസ് ഓഫ് ദ പാർട്ടീസ്. ഇറ്റ് ഈസ് ദ സുപ്രീം ഡിസിഷൻ മേക്കിംഗ് ബോഡി ഓഫ് യുണൈറ്റഡ് നേഷൻസ് ക്ലൈമറ്റ്
change conventions which she believes have failed to deliver meaningful action on climate change. അതായത് തെൻബർഗ് എന്താണ് ഡിസപ്പോയിൻമെൻറ്റ് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അതായത് COP കോൺഫറൻസസ് അവരാണ് ഈ ഒരു സുപ്രീം ഡിസിഷൻ മേക്കിംഗ് ബോഡി എന്ന് പറയുന്നത്. ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിൽ സുപ്രീം ഡിസിഷൻ മേക്കിംഗ് അവരാണ് എടുക്കുന്നത്. അവരതിൽ ഫെയിലായിട്ടുണ്ട്. അവർ നല്ല രീതിയിലൊരു ആക്ഷൻ, മീനിങ്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ഷൻ അവരെടുക്കുന്നതിൽ ഫെയിലായിട്ടുണ്ട്. അതിൽ ഡിസപ്പോയിൻമെൻറ്റ് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് തെൻബർഗ്. She stated that the conferences have become more focused on rhetoric and symbolism than on taking concrete action. അതുപോലെ ഈ ഒരു കോൺഫറൻസ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് റെട്ടറിക് ആൻഡ് സിംബോളിസത്തിനാണ്. അതായത് ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ആക്ഷൻ, ഒരു ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കുക എന്നുള്ളതിന് പകരമായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നത് ഫോക്കസ്ഡ് ഓൺ റെട്ടറിക് ആൻഡ് സിംബോളിസം. Thunberg criticized the media for their role in downplaying the severity of the climate crisis. അതുപോലെ തെൻബർഗ് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട് മീഡിയനെ. അവരുടെ റോൾ എന്ന് പറയുന്നത് അവരാണ്, അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഈ ഒരു ക്ലൈമറ്റ് ക്രൈസിസ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത്. പക്ഷെ അവർ നല്ല രീതിയിൽ മീഡിയ കവറേജ് നൽകാതെ അവർ ഈ ഒരു പ്രശ്നത്തെ വളരെ അതിനെ ഇമ്പോർട്ടൻസ് കുറച്ച് കാണിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഷി സ്റ്റേറ്റഡ് ദാറ്റ് ദ മീഡിയ ഹാസ് റെസ്പോൺസിബിലിറ്റി ടു റിപ്പോർട്ട് accurately and truthfully about the issue and to hold those in power accountable for the actions. അപ്പോൾ അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്, മീഡിയേൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ആക്യുറേറ്റ് ആയിട്ടുള്ള, ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ഈ ഒരു ഇഷ്യൂവിനെ കുറിച്ചിട്ട് നൽകുക എന്നുള്ളത്. പക്ഷെ അവർ ഇത് വളരെയധികം ഇമ്പോർട്ടൻസ് കുറച്ച് ഇതിന് അത്ര പ്രാധാന്യം നൽകാതെയാണ് അവർ ഒരു നടത്തിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. തെൻബർഗ് എംഫസൈസ്ഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡിവിജ്വൽ വോയിസസ് ആൻഡ് ആക്ഷൻസ് ഇൻ ദ ഫൈറ്റ് അഗൈൻസ്റ്റ് ക്ലൈമറ്റ് ചേഞ്ച്. അതുപോലെ തെൻബർഗ് എംഫസൈസ് ചെയ്യുന്നുണ്ട് ഇൻഡിവിജ്വൽ വോയിസസിൻ്റെ ഇമ്പോർട്ടൻസ്, അതുപോലെ ഇൻഡിവിജ്വൽ ആക്ഷൻസിൻ്റെ ഇമ്പോർട്ടൻസ് ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിനെതിരെ ഫൈറ്റ് ചെയ്യാൻ. അതായത് ഓരോ ആളുകളും ഇതിനെതിരെ പോരാടുന്നതിലൂടെ ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്കിതിലൂടെ കിട്ടും. ഷീ ഹൈലൈറ്റഡ് ദ ക്രൂഷ്യൽ റോൾ ദാറ്റ് സിവിൽ സൊസൈറ്റി പ്ലേസ് ഇൻ പുഷിംഗ് ഫോർ ആക്ഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. അതായത് സിവിൽ സൊസൈറ്റിക്ക് ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിൽ ആക്ഷൻ കൊണ്ടുവരാൻ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ വഹിക്കുന്നുണ്ട്. ഷീ എംഫസൈസഡ് ദ നീഡ് ടു ട്രീറ്റ് ക്ലൈമറ്റ് ചേഞ്ച് ആസ് ആൻ എമർജൻസി. അതുപോലെ അവർ എംഫസൈസ് ചെയ്യുന്നുണ്ട് ക്ലൈമറ്റ് ചേഞ്ചിനെ ട്രീറ്റ് ചെയ്യുന്നത് ഒരു എമർജൻസി ആയിട്ടാണ്. അതായത് അതിന് ഒരു ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കണം എന്നാണ് പറയുന്നത്. ഷീ സ്റ്റേറ്റഡ് ദാറ്റ് ദ ക്രൈസിസ് റിക്വയർസ് ഇമ്മീഡിയറ്റ് ആക്ഷൻ ആൻഡ് ദാറ്റ് ഗവൺമെൻറ്റ്സ് ആൻഡ് കോർപ്പറേഷൻസ് മസ്റ്റ് ബി അക്കൗണ്ടബിൾ ഫോർ ദെയർ റോൾ ഇൻ പെർപെച്വേറ്റിംഗ് ദ ക്രൈസിസ്. പിന്നീട് അവർ പറയുന്നത് ഈ ഒരു ക്രൈസിസിന് ഒരു ഇമ്മീഡിയറ്റ് ആക്ഷൻ ആവശ്യമാണ്. ഗവൺമെൻറ്റും കോർപ്പറേഷൻസും ഒക്കെ ഒത്തൊരുമിച്ച് നിന്ന് ഇതിന് നല്ല രീതിയിലൊരു ആക്ഷൻ, ഇമ്മീഡിയറ്റ് ആക്ഷൻ കണ്ടെത്തണം എന്ന് പറയുന്നുണ്ട്. ഷീ എംഫസൈസ്ഡ് ദ നീഡ് ഫോർ മോർ ക്ലൈമറ്റ് ആക്ടിവിസ്റ്റ് ആൻഡ് അഡ്വക്കേറ്റ്സ്. അതുപോലെ ഒരുപാട് ആക്ടിവിസ്റ്റിനെയും അതുപോലെ അഡ്വക്കേറ്റ്സിനെയും ഒക്കെ ഈ ഒരു ഇഷ്യൂവിൽ ആവശ്യമാണെന്ന് അതിനെ എംഫസൈസ് ചെയ്യുന്നുണ്ട്. ഷീ സ്റ്റേറ്റഡ് ദാറ്റ് ആക്ടിവിസം ഈസ് ഓഫൺ മിസ്അണ്ടർസ്റ്റുഡ് ഓർ represented and that activists are often marginalized. പിന്നീട് അവർ പറയുന്നുണ്ട് ആക്ടിവിസം പലപ്പോഴും ജനങ്ങൾ ആക്ടിവിസത്തെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ആക്ടിവിസ്റ്റിനെ പലപ്പോഴും ആളുകൾ, സമൂഹം അതിനൊരു മാർജിനലൈസ്ഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഹെർ മെസ്സേജ് ഓഫ് ഹോപ്പ് ആൻഡ് ഓപ്റ്റിമിസം ഈസ് എ പവർഫുൾ റിമൈൻഡർ ദാറ്റ് കളക്റ്റീവ് ആക്ഷൻ ക്യാൻ മേക്ക് എ ഡിഫറൻസ് ഇൻ അഡ്രസ്സിങ് ദ ക്ലൈമറ്റ് ക്രൈസിസ്. അപ്പോൾ അവരുടെ ഒരു മെസ്സേജാണ് ഹോപ്പ് ആൻഡ് ഓപ്റ്റിമിസം എന്ന് പറയുന്നത്. അതൊരു പവർഫുൾ റിമൈൻഡറാണ്, നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു ഹോപ്പ് ആൻഡ് ഓപ്റ്റിമിസം. അതായത് കളക്റ്റീവ് ആക്ഷനിലൂടെ ഒരു നല്ലൊരു ചേഞ്ച്, ഒരു ഡിഫറൻസ് ഈ ഒരു ക്ലൈമറ്റ് ക്രൈസിസിൽ കൊണ്ടുവരാൻ കഴിയും എന്നുള്ള ആ ഒരു ഡിറ്റർമിനേഷൻ, ആ ഒരു ഒപ്റ്റിമിസം, ആ ഒരു ഹോപ്പ് ആണ് അവർ നൽകുന്ന ഒരു മെസ്സേജ്, തെൻബർഗ് നൽകുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.